ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കുമെന്ന് നമ്മൾ വിചാരിക്കുകയാണ്. പ്രധാന നേതാക്കളെല്ലാം തന്നെ അവിടെ ദർബാർ ഹാളിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. LDF കൺവീനർ TP രാമകൃഷ്ണൻ അവിടെയുണ്ട്. ഒപ്പം മറ്റ് മുതിർന്ന നേതാക്കളൊക്കെ തന്നെ അധികം വൈകാതെ VSന്റെ മൃതദേഹം അവിടെ എത്തിക്കുന്ന ആ ഒരു സമയത്ത് തന്നെ മുതിർന്ന നേതാക്കളൊക്കെ എത്തും. ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ഇപ്പോൾ വേലിക്കകത്ത് വീട്ടിലേക്ക് ഇപ്പോൾ പോവുകയാണ്. ഒരുപക്ഷെ അധികം വൈകാതെ തന്നെ മൃതദേഹം പുറത്തേക്ക് ഇറക്കും. അതുകൂടി കണക്കിലെടുത്താണ് ഇപ്പോൾ മുതിർന്ന നേതാക്കളൊക്കെ തന്നെ ഇപ്പോൾ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ സമീപത്തുള്ളവരെല്ലാം തന്നെ ഇപ്പോൾ VSനെ ഒന്ന് കണ്ട് അന്തിമോപചാരം അർപ്പിച്ച് അവിടെ നിന്ന് മടങ്ങുകയാണ്. സെയ്ഫ് സൈനുലബ്ദീനുണ്ട് അവിടെ വേലിക്കകത്ത് വീടിന് മുന്നിൽ നിന്ന്. സെയ്ഫ്, ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിൽ പോരാട്ടത്തിന്റെ ഒരു മറുപേര് തന്നെയാണ് VS എന്ന ആ രണ്ടക്ഷരം. അത് പോരാട്ടം എന്ന് പറയുമ്പോൾ അത് ബാല്യകാലം തൊട്ട് അച്ഛനെയും അമ്മയെയും നഷ്ടപ്പെട്ടപ്പോൾ തൊട്ട് തുടങ്ങിയതാണ്. അത് പിന്നീടുള്ള ജീവിതത്തിലും രാഷ്ട്രീയ ജീവിതത്തിലും ഒക്കെ ആ പോരാട്ടം കാണാൻ കഴിഞ്ഞു. ഏറ്റവും ഒടുവിൽ ആശുപത്രി കിടക്കയിൽ പോലും 1 മാസത്തോളം മരണത്തോടും ജീവിതത്തോടും ഒക്കെ പോരാടി പിന്നീട് മരണത്തിന് കീഴടങ്ങുന്ന VSനെയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അവിടെ എത്തുന്ന ഓരോരുത്തർക്കും VSനെ കുറിച്ച് ഓരോ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനുണ്ട്. എങ്ങനെയാണ് അവിടെ എത്തുന്ന ഓരോരുത്തരും അദ്ദേഹത്തോടുള്ള ഒരു ഇഴയടപ്പം, ആ ഒരു വ്യക്തിബന്ധമൊക്കെ നമ്മളോട് പറയുന്നത്? ദിവ്യ, നമ്മൾ VS അച്യുതാനന്ദനെ കുറിച്ച് പറയുമ്പോൾ VS അച്യുതാനന്ദൻ ഇപ്പോൾ ദിവ്യ സൂചിപ്പിച്ച പോലെ തന്നെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും ജീവിതത്തോട് പോരാടിയിട്ട് ബോഡി കാണുന്നതിന് പറ്റാവുന്ന ക്രമീകരണത്തോടു കൂടിയാണ് കൊണ്ടുപോകുന്നത്. ആവശ്യമായ സൗകര്യം പുറത്തുനിന്ന് ആളുകൾക്ക് കാണാൻ കഴിയും. ബോഡി നമ്മൾ ഇന്നലെ ഈ AKG തന്നെ കണ്ടാണ്. സമയം ഉദ്ദേശിച്ച പോലെ നടന്നില്ലായിരുന്നു. അപ്പം അതുകൊണ്ട് ആ ഒരു സമയത്തിൽ മാറ്റം ഉണ്ടാവും. ജനങ്ങൾ വല്ലാതെ ഒഴുകിയെത്തുന്നുണ്ട്. അതിൻ്റെ പ്രശ്നമേ ഉള്ളൂ. അപ്പം അത് കൺട്രോൾ ചെയ്യാൻ പറ്റാവുന്ന നിലയിലുള്ള ക്രമീകരണങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. LDF കൺവീനർ TP രാമകൃഷ്ണൻ പ്രതികരിക്കുകയായിരുന്നു. അദ്ദേഹം ഇന്നത്തെ ഈ പൊതുദർശനം സംബന്ധിച്ചും അതുപോലെ തന്നെ മറ്റ് ക്രമീകരണങ്ങളെക്കുറിച്ചുമൊക്കെ സംസാരിക്കുകയായിരുന്നു. നേരത്തെ നിശ്ചയിച്ചതുപോലെ തന്നെ 9 മണിക്ക് പൊതുദർശനം ആരംഭിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. സെയ്ഫ് ഉണ്ട്. സെയ്ഫ്, നമ്മൾ പറഞ്ഞു തുടങ്ങിയത് പൂർത്തീകരിക്കാം. ദിവ്യ എന്നോടാണോ ചോദിച്ചത്? യെസ്, അതെ അതെ. ദിവ്യ, നമ്മൾ ഇവിടെ കാണുന്ന കാഴ്ച, മഴ പെയ്യുന്നുണ്ട്. പക്ഷേ ആൾക്കൂട്ടത്തിന് ഏതെങ്കിലും തരത്തിലുള്ള കുറവ് ഉണ്ടാകുന്നില്ല. ആൾക്കാർ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് VSനെ കാണാൻ വേണ്ടി എത്തുകയാണ്. CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ളവർ ഇപ്പോൾ അല്പസമയം മുമ്പ് എത്തിച്ചേർന്നു. 9 മണിയോടുകൂടി VSന്റെ മൃതദേഹം ഇവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകണം എന്നാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. അത് ഒരുപക്ഷെ സാധ്യമായേക്കാം. കാരണം രാവിലെ വന്ന ആ ജനക്കൂട്ടം ഇപ്പോൾ മഴയായതുകൊണ്ട് കുറച്ച് ആൾക്കാരുടെ കുറവുണ്ട്. അതുകൊണ്ട് 9 മണിയോടുകൂടി തന്നെ VSനെ ഇവിടെ നിന്ന് ദർബാർ ഹാളിലേക്ക് കൊണ്ടുപോകും. ആ ദർബാർ ഹാളിൽ കൊണ്ടുപോയി ഉച്ചയ്ക്ക് 2 മണി വരെയാണ് നമ്മൾ ആ മൃതശരീരം അവിടെ വെക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. 2 മണിക്ക് വിലാപയാത്രയായിട്ട് പോവുക എന്നുള്ളതാണ് നിലവിൽ എടുത്തിരിക്കുന്ന തീരുമാനം. അങ്ങനെ നല്ല മഴ പെയ്യുന്നത് കൊണ്ട് ആളുടെ ചെറിയ ഇത് അനുഭവപ്പെടുന്നുണ്ട്. ദിവ്യ, അവിടെ ഇപ്പോൾ നല്ല മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ട്. വല്ലാത്തൊരു തിരക്ക് എന്തായാലും അവിടെ ഇപ്പോൾ വേലിക്കകത്ത് വീടിന് പുറത്ത് കാണാൻ കഴിയുന്നില്ല. ഒരുപക്ഷെ 9 മണിക്ക് തന്നെ മൃതദേഹം കൊണ്ടുപോകാൻ കഴിഞ്ഞേക്കും. ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനൊക്കെ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. 9 മണി മുതലാണ് ദർബാർ ഹാളിലെ പൊതുദർശനം. ഉച്ചവരെ 2 മണി വരെയാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷേ അത് തിരക്ക് കണക്കിലെടുത്ത് ഒരുപക്ഷെ അത് പിന്നെ ഒരുപാട് സമയം അങ്ങോട്ട് പോയേക്കാം. അവിടെ നിന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ആലപ്പുഴയിലേക്ക് വിലാപയാത്രയായി മൃതദേഹം കൊണ്ടുപോവുക. അപ്പോൾ നിരവധി ആളുകൾ ദർബാർ ഹാളിലേക്ക് എത്തും. അവിടെ ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. LDF കൺവീനറുടെ നേതൃത്വത്തിലാണ് മറ്റ് ക്രമീകരണങ്ങളൊക്കെ ഇപ്പോൾ വിലയിരുത്തുന്നത്. സേഫ് ഉണ്ട്. സേഫ്, ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറിക്ക് അവിടെ എത്തിയിട്ടുണ്ട്. കൃത്യം 9 മണിക്ക് തന്നെ അവിടെ നിന്ന് മൃതദേഹം ദർബാർ ഹാളിലേക്ക് കൊണ്ടുപോകുമോ? എന്താണ് അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ്? അത് 9 മണിക്ക് തന്നെ കൊണ്ടുപോകാൻ കഴിയും എന്നാണ് വിചാരിക്കുന്നത്. ഇന്നലെ വിചാരിച്ച പോലെ നടന്നിരുന്നില്ല. കാരണം ഇന്നലെ രാത്രി ഏതാണ്ട് ഒരു 11:40 വരെ
വലിയ ജനത്തിരക്ക് അനുഭവപ്പെട്ടിരുന്നു AKG സെന്ററിൽ. അതുകൊണ്ടാണ് 9 മണിക്ക് കൊണ്ടുവരണം, വീട്ടിലേക്ക് കൊണ്ടുവരണം എന്ന് തീരുമാനിച്ചത് നടപ്പാക്കാൻ കഴിയാതെ ഇരുന്നത്. ഇപ്പോൾ പക്ഷേ മഴയായതുകൊണ്ട് തന്നെ ആൾക്കാരുടെ വലിയൊരു തിരക്ക് അനുഭവപ്പെടുന്നില്ല. അതുകൊണ്ട് 9 മണിയോടുകൂടി തന്നെ VSന്റെ മൃതദേഹം ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. പാർട്ടി വലിയ ജനക്കൂട്ടം ഉണ്ടാകും എന്ന് തന്നെയാണ് കണക്ക് കൂട്ടുന്നത്. കാരണം VS അച്യുതാനന്ദനോടുള്ള സ്നേഹം അത് പാർട്ടിക്ക് അതീതമായിട്ടുള്ള സ്നേഹമുണ്ട്. അത് ചെറിയ കുട്ടികൾക്ക്, അതുപോലെ തന്നെ യുവാക്കൾക്ക്, സ്ത്രീകൾക്ക് ഉള്ള ഒരു സ്നേഹമുണ്ട്. VS നടത്തിയ പോരാട്ടങ്ങളോടുള്ള സ്നേഹമാണത്. അത് കക്ഷി രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്കുള്ള സ്നേഹമുണ്ട്. ആ സ്നേഹം പ്രകടിപ്പിക്കാൻ, അല്ലെങ്കിൽ VSനെ അവസാനമായി ഒന്ന് കാണാൻ വേണ്ടി അവരെല്ലാവരും VSന്റെ ഈ വേലിക്കകത്ത് വീട്ടിലേക്ക്, തിരുവനന്തപുരത്ത് PMGയിലുള്ള വേലിക്കകത്ത് വീട്ടിലേക്ക് എത്തിച്ചേരും എന്ന കാര്യത്തിൽ സംശയമില്ല. 2019 മുതൽ ഏതാണ്ട് ഒരു 6 വർഷക്കാലം VS അച്യുതാനന്ദൻ്റെ പുറം ലോകം കണ്ടിട്ടില്ല. VS എന്ന സമര പോരാളിയെ കണ്ടിട്ടില്ല. ഇന്നലെ രാത്രിയാണ്, ഇന്നലെ വൈകിട്ട് മരിച്ചതിന് ശേഷം ഏതാണ്ട് വൈകിട്ടോടു കൂടിയാണ് VSനെ പുറത്തിറക്കിയപ്പോഴാണ് പൊതുസമൂഹം, കേരളത്തിൻ്റെ പൊതുസമൂഹം VS അച്യുതാനന്ദനെ കാണുന്നത്. സമരവീരത്തെ ഒന്ന് കാണാൻ വേണ്ടി ആശുപത്രിയിൽ വലിയ തിരക്കായിരുന്നു. അതിനുശേഷം AKG സെൻറ്ററിലേക്ക് എത്തുമ്പോൾ AKG സെൻറ്ററിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് അങ്ങനെ തന്നെയാണ്. VSുമായി ബന്ധപ്പെട്ട ആൾക്കാരോട് സംസാരിക്കുമ്പോൾ പല ആൾക്കാരും VSന്റെ കൂടെ ജോലി ചെയ്ത സമയത്ത് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തിച്ചേരുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ VS അച്യുതാനന്ദൻ്റെ വീട്ടിലേക്ക്, വേലിക്കകത്ത് വീട്ടിലേക്ക് എത്തിച്ചേരുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. മുഖ്യമന്ത്രി എത്തി, അതിന് പിന്നാലെ തന്നെ മൃതദേഹം ഇവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകും. മന്ത്രിമാരെല്ലാവരും ഉണ്ട്, മിക്ക മന്ത്രിമാരും ഇവിടെയുണ്ട്. മുഖ്യമന്ത്രി അങ്ങനെ വീട്ടിലേക്ക് എത്തുകയാണ്. മുഖ്യമന്ത്രി നേരത്തെ വീട്ടിൽ വന്നിരുന്നു. സുഖമില്ലായിരുന്ന സമയത്ത് VSന്റെ കഴിഞ്ഞ ബർത്ത്ഡേ സമയത്തെല്ലാം VSനെ കാണാൻ വേണ്ടി മുഖ്യമന്ത്രി വീട്ടിലെത്തിയിരുന്നു. ഇന്നലെ ആശുപത്രിയിൽ മുഴുവൻ സമയം ഉണ്ടായിരുന്നു. അതിനുശേഷം AKG സെൻറ്ററിൽ ഏതാണ്ടൊരു മുഴുവൻ സമയവും ഉണ്ടായിരുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രി വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഉണ്ട്, പാർട്ടിയുടെ എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളും ഉണ്ട്. പിണറായി വിജയൻ പറഞ്ഞൊരു വാചകം ദിവ്യയ്ക്ക് ചിലപ്പോൾ ഓർമ്മ ഉണ്ടാകും, VS പാർട്ടിയുടെ സ്വത്താണ് എന്ന് പറഞ്ഞൊരു വാചകം. അത് പറയാനിടയായ സാഹചര്യം കൂടി നമ്മൾ ഓർക്കണം. കാരണം പാർട്ടിയിൽ വലിയ വിഭാഗീയത നിലനിൽക്കുന്ന സമയത്ത് VS പിണറായി യുദ്ധം എന്ന് പറയാം, പാർട്ടിക്കകത്തെ പോര് നിലനിൽക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ പിണറായി വിജയൻ പറഞ്ഞൊരു വാചകമുണ്ട്, VS ഞങ്ങളുടെ പാർട്ടിയുടെ സ്വത്തല്ലേ എന്ന് പറയുന്ന പിണറായി വിജയൻ്റെ ഒരു വാചകമുണ്ട്. ആ പാർട്ടിയുടെ സ്വത്തിനെ കാണാൻ വേണ്ടിയാണ് പിണറായി വിജയൻ ഇപ്പോൾ വേലിക്കകത്ത് വീട്ടിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. 2016 തെരഞ്ഞെടുപ്പ് സമയത്ത് VSനെ കന്റോൺമെൻറ്റ് ഹൗസിൽ എത്തി പിണറായി വിജയൻ കോടിയേരി ബാലകൃഷ്ണൻ ഒരുമിച്ച് കണ്ടിരുന്നു. അന്ന് കേരള രാഷ്ട്രീയത്തിൽ വളരെ കൗതുകരമായ ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വളരെ കൗതുകരമായ ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഭൂരിപക്ഷം കിട്ടി, ഏതാണ്ട് ഒരു 99 സീറ്റിൻ്റെ ഭൂരിപക്ഷം കിട്ടിയ ശേഷം പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റും കേന്ദ്ര നേതൃത്വവും പിണറായി വിജയനെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടി തീരുമാനം എടുക്കുന്നു. അപ്പോൾ VSന് എന്ത് പദവി കൊടുക്കും എന്നുള്ള ചോദ്യം പല കോണുകളിൽ നിന്ന് ഉയർന്ന് വരുന്നുണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ അന്ന് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന സീതാറാം യെച്ചൂരി ആണ് വാർത്താസമ്മേളനം നടത്തുന്നത്. AKG സെൻറ്ററിലെ 3ാമത്തെ നിലയിലെ വാർത്താസമ്മേളന ഹാളിൽ സീതാറാം യെച്ചൂരി വാർത്താസമ്മേളനം നടത്തുന്ന സമയത്ത് സീതാറാം യെച്ചൂരി നടുക്ക് ഇരിക്കുന്നുണ്ട്. വാർത്താസമ്മേളന ഹാളിൽ നമ്മളെല്ലാവരും ഇരിക്കുമ്പോൾ അപ്രതീക്ഷിതമായിട്ട്, സാധാരണഗതിയിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും ജനറൽ സെക്രട്ടറിയുമാണ് വരേണ്ടത്, പക്ഷേ ആ കൂട്ടത്തിൽ ഒരാൾ കൂടി ഉണ്ടായിരുന്നു, VS അച്യുതാനന്ദൻ. സീതാറാം യെച്ചൂരി നടുക്കിരിക്കുന്നു. സീതാറാം യെച്ചൂരി ഇടത് സൈഡിൽ കോടിയേരി ബാലകൃഷ്ണൻ ഇരിക്കുന്നു, വലത് സൈഡിൽ VS അച്യുതാനന്ദൻ ഇരിക്കുന്നു. അങ്ങനെ 3 കസേര ഇട്ടിട്ടാണ് വാർത്താ സമ്മേളനം നടക്കുന്നത്. അന്നാണ് പ്രസിദ്ധമായ ആ വാചകം സീതാറാം യെച്ചൂരി പറയുന്നത്, കേരളത്തിലെ കാസ്ട്രോ ആണ് VS അച്യുതാനന്ദൻ എന്ന് പറയുന്നൊരു വാചകം അദ്ദേഹം അന്ന് സൂചിപ്പിക്കുന്നത്.